നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോ തികച്ചും സൗജന്യമായി. Hey, give me my phone. Shoo. ഹലോ, വാതിൽ തുറക്കാനാ പറഞ്ഞേ. എനിക്കെന്റെ ഫോൺ വേണം. Listen to me. Open the door. തുറക്കാൻ. വാതിൽ തുറക്കാൻ. മിണ്ടാണ്ടിരിക്കയോടെ. എന്താടി ഫോൺ ഇങ്ങത്താ. ദേ ഈ ഫോൺ ഞാൻ എറിഞ്ഞു പൊട്ടിക്കും. അതുവരെ ഉണ്ടാവുമല്ല. കട്ടായോ? പറഞ്ഞ അനുസരിച്ചോളണം രണ്ടുപേരും. ചില്ല് പൊട്ടിയാ പിന്നെ കാണാൻ ഒരു ഭംഗി ഉണ്ടാവില്ല. ഓ ഹലോ ഹലോ, മറ്റേ നമ്പറിൽ ഞാൻ ട്രൈ ചെയ്തിട്ട് കിട്ടാത്തോണ്ടാട്ടോ ഈ ഫോണിലോട്ട് വിളിച്ചത്. ആരാ മനസ്സിലായില്ല? അപ്പോഴേക്കും എന്റെ നമ്പർ ഡിലീറ്റ് ചെയ്ത് കളഞ്ഞോ? സ്വരവും മറന്നു. അല്ല, എനിക്ക് ശരിക്കും മനസ്സിലാവാഞ്ഞിട്ടാ കേട്ടോ. അതൊക്കെ അവിടെ ഇരിക്കട്ടെ. ഇയാളുടെ ജീവിതത്തിലെ പ്രശ്നങ്ങളൊക്കെ തീർന്ന ദിവസമല്ലേ ഇന്ന്? ആ, ഏതാണ്ടൊക്കെ കഴിഞ്ഞു. ഇതെന്താ ഇങ്ങനെ തണുപ്പനായിട്ട്? തട്ടിക്കൊണ്ടു പോകാൻ നോക്കിയിട്ട് നടക്കാത്തോണ്ടാണോ? എന്നെ തട്ടിക്കൊണ്ടു പോകാൻ നോക്കിയെന്നോ? ആരോടോ ഇവൻ? അന്നത് നടന്നിരുന്നേൽ എന്റെ മോഹങ്ങളെല്ലാം പോവാണ് ഞാന്. കേട്ടിട്ടില്ലേ? നനഞ്ഞു നേരിയ സുവർണ നൂലിലെ അക്ഷരങ്ങൾ, അതിലെന്റെ മോഹങ്ങൾ. ആരാടാ നീ? ഞാൻ ബാലേന്ദ്രൻ. ഞാൻ ആരാണെന്ന് മനസ്സിലായോടാ നിനക്ക്? പത്മാവതി അമ്മ, നിങ്ങൾക്കല്ലേ ഇത്ര കൂറായിട്ട് സംസാരിക്കാൻ കഴിയുള്ളൂ. ആഹാ, അപ്പൊ ഞാനാണെന്ന് അറിഞ്ഞു വെച്ചോണ്ടാണ് അല്ലേടാ ഇത്രയും വൃത്തികേട് നീ എന്റെ അടുത്ത് പറഞ്ഞത്? അല്ല പത്മാവതി അമ്മേ, നിനക്കെന്നെ തട്ടിക്കൊണ്ട് പോണോ അല്ലേടാ? ഫോൺ ഇങ്ങ് തരാനാ പറഞ്ഞേ. അയ്യോ, ഞാൻ ഉദ്ദേശിച്ച തട്ടിക്കൊണ്ടുപോലും അങ്ങനെയല്ല. നീ ഉദ്ദേശിച്ചത് എന്താണെന്ന് എനിക്ക് മനസ്സിലായടാ. അത് പിന്നെ ഞാൻ എടാ, നിനക്കുണ്ടല്ലോ നിന്റെ സൂക്കോട് ഞാൻ മതിയോടാ നിനക്ക്? ഓ മതി, തൃപ്തിയായി. ആ, എന്നാ ഫോൺ വെച്ചിട്ട് പോ. തേങ്ങി ഇനി ഒരു വർഷത്തേക്ക് ഫോൺ കൈ കൊണ്ട് തൊടണ്ട. അയ്യോ, ഇനി ഈ ഫോൺ എങ്ങാനും ബെല്ലടിച്ചാ ശരിയാക്കും ഞാൻ രണ്ടിനെ. അത് തന്നെ എനിക്ക് അമ്മയോടും പറയാനുള്ളത്. LKG പഠിക്കുന്ന കുട്ടിയല്ല ഞാൻ. സ്വന്തമായി തീരുമാനങ്ങൾ എടുക്കാനുള്ള വിവേചന ബുദ്ധി എനിക്കുണ്ട്. ആ വിവേചന ബുദ്ധിയാ നിന്നെ ഇവിടെ വരെ എത്തിച്ചത്. ജീവൻ ഉണ്ടെന്നുള്ളതിന് തെളിവായി മൂക്കിലൊരു ചെറിയ ശ്വാസം മാത്രമുള്ള ഒരു പെണ്ണിന്റെ ബെഡ് പാൻ മാറ്റാനും ബാത്റൂമിൽ കൊണ്ടുപോവുകയും ചെയ്യാൻ LLM വരെയൊന്നും പഠിക്കേണ്ട ആവശ്യമില്ലടാ. അമ്മേ, വസുമതി എന്താ ഇത്? എന്നെ കൊണ്ട് നിങ്ങളൊക്കെ കൂടി പറയിക്കുന്നതാ രാഘവേട്ടാ. അല്ല, ഇനി എഴുന്നേറ്റ് വരുമെന്ന് യാതൊരു ഉറപ്പുമില്ലാത്ത ഒരു പെണ്ണിന്റെ അടി ഉടുപ്പ് കഴുകി പിഴിഞ്ഞു വിരിക്കാൻ എന്തിനാ ഇവൻ എവിടെ പിടിച്ചു നിർത്തിയിരിക്കുന്നേ? അമ്മേ, ഇവന് വേറൊരു കല്യാണ ആലോചനയായിട്ട് ഒന്ന് പെരുവന്താനം വരെ പോവാനിരുന്നതാ.
അക്കാര്യം ഞാൻ ഇവനോട് ഫോൺ ചെയ്ത് പറഞ്ഞിരുന്നതുവാ. വ്യാഴാഴ്ച ഓർമ്മയില്ലേ അർജുൻ നിനക്ക്? രാഘവേട്ടന്റെ സങ്കടം എനിക്ക് മനസ്സിലാവും. ഇതെപ്പോ വേണമെങ്കിലും ആർക്കും സംഭവിക്കാം. ലോകത്തെ തനിക്ക് ചുറ്റും നടക്കുന്നതൊന്നും അറിയാതെ ഓർമ്മയില്ലാതെ കിടന്നു പോയിന്ന് വരാം. പക്ഷേ അങ്ങനെ കിടക്കുമ്പോ തനിക്ക് ചുറ്റുമുള്ളവരുടെ പെരുമാറ്റം അനുസരിച്ചുള്ള സഹതാപമേ അവർക്ക് കിട്ടൂ. വസുമതി, അതിനിപ്പോ ഇവിടെ ആരെന്ത് ചെയ്തെന്നാ? ഒന്നും അറിയുന്നില്ല അല്ലേ രാഘവേട്ടാ? അവരെവിടെ? നിങ്ങളുടെ ഭാര്യ സത്യഭാമ. അല്ല, അവളൊരു ജോത്സ്യനെ കാണാൻ പോയിരിക്കുക, മഹേശ്വര നമ്പൂരിയെ. ദോഷങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നോക്കി പരിഹരിക്കാൻ വേണ്ടിയാ. ഈ വീട്ടിലെ ഏറ്റവും വലിയ ദോഷം സത്യഭാമ തന്നെയാ രാഘവേട്ടാ. നിങ്ങൾ അവളെ എടുത്തുനിന്ന് കിണറ്റിലിട്. ഈ വീട് നാടൊക്കെ രക്ഷപ്പെടട്ടെ. എന്റെ പേരക്കുട്ടിയെ തെരുവിലേക്ക് ഇറക്കി വിട്ട മനസാക്ഷി ഇല്ലാത്തവളവള്. അതുവരെ ഞാൻ സഹിച്ചു, ക്ഷമിച്ചു. പ്രീതിയെ, ആ പാവം പെൺകുട്ടിയെ ഓർത്തായിരുന്നു എല്ലാം. എല്ലാം കലങ്ങി തെളിയൊന്നും ഭാമ സുസ്മിതയുടെ തനിനിറം തിരിച്ചറിയുന്നുമായിരുന്നു എന്റെ വിശ്വാസം. പക്ഷേ ഭാമ ഇപ്പോഴും അവളുടെ മകളെ അപകടപ്പെടുത്തിയ സുസ്മിതയുടെ കൂടെയാ. അവള് നന്നാവാനൊന്നും പോകുന്നില്ല. ഇനി സ്വന്തം മകൾ എഴുന്നേറ്റ് വന്നാലും സുസ്മിത തലയ്ക്കൊരു അടി കൊടുത്ത് വീണ്ടും കോമയിലാക്കും. അപ്പോഴും സത്യഭാമ പൊന്നെ ചക്കരയെന്ന് പറഞ്ഞ് സുസ്മിതയെ കൂട്ടുപിടിച്ചോണ്ട് നടക്കും. അവളുടെ മണ്ടത്തരത്തിന് ഞാനും കൂടി അങ്ങ് കൊടപിടിച്ച് കൊടുക്കണോ രാഘവേട്ട? വസുമതി വിചാരിക്കുന്ന പോലൊന്നും അല്ല. രാഘവേട്ടന് പറയാൻ അങ്ങനെ പല ന്യായങ്ങളും കാണും. ഭാമ കൊടുത്ത മൊഴി ഒന്നുകൊണ്ട് മാത്ര സുസ്മിതയ്ക്ക് കോടതി ജാമ്യം അനുവദിച്ചത്. അല്ലെങ്കിൽ തക്കതായ ശിക്ഷ കിട്ടി അവളിപ്പോ അകത്ത് കിടന്നേനെ. അവളുടെ പിടിപ്പുകേടുകൊണ്ട് എന്റെ മകൻ ജീവിതത്തിൽ ആദ്യമായിട്ട് ഒരു കേസിൽ തോറ്റു. ജീവിതം മാത്രമല്ല, കരിയർ കൂടി ഹോമിക്ക ഇവൻ, നിങ്ങളുടെ ഭാര്യയ്ക്കും മകൾക്കും ഒക്കെ വേണ്ടി. രോഹിത് ബലമായി പിടിച്ച് കൂട്ടിക്കൊണ്ട് പോയില്ലായിരുന്നെങ്കിൽ സത്യഭാമ സുസ്മിത ഇങ്ങോട്ട് എന്നെ കൂട്ടിക്കൊണ്ട് വന്നേനെ. അപ്പോഴും ധൃതരാഷ്ട്രെ പോലെ നിങ്ങൾ ഈ ചക്ര കസേരയില് മിണ്ടാതിരിക്കുള്ളൂ രാഘവേട്ട. സത്യഭാമയും സുസ്മിതയും ഒക്കെ കൂടി നടത്തുന്ന കോമാളി നാടകം പിന്നെയും തുടരും. അത് നടക്കുമ്പോ കർട്ടനടുത്ത് കുന്തവും പിടിച്ചോണ്ട് നിൽക്കുന്ന ഭടന്റെ വേഷം കെട്ടാനേ എന്റെ മകനെ വിട്ടുതരാൻ എനിക്ക് ബുദ്ധിമുട്ടുണ്ട് രാഘവേട്ട. ഒരു ചെറുപ്പക്കാരനാ ഇവൻ, ജീവിച്ചു തുടങ്ങുന്നതേ ഉള്ളൂ. വസുമതി, ഞാൻ പറയുന്ന ഒന്നും കേൾക്കാനില്ല രാഘവേട്ട. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.